ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാൻ ഹുയ്ഗാൽപ്പ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നിക്കാരാഗ്വയിൽ നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ റൂം എടുത്താണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നും കൂടെ ഇവിടെ താമസിക്കാൻ വേണ്ടി പോവാണ്. കാരണം എൻ്റെ എല്ലാ ഡ്രസ്സും അലക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സ് അലക്കാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഇത് ഞാൻ പുതിയത് ലാസ്റ്റ് മേടിച്ച ഡ്രസ്സായിരുന്നു. പിന്നെ ഞാനിതാ ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്സ് ഉണ്ട്, അത് പിന്നെ ഈ അടുത്തൊന്നും യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു ഷോർട്സ് പറഞ്ഞിട്ടുള്ളൂ, ബാക്കി മൊത്തം അലക്കാൻ കിടക്കുകയാണ്. സോ ഞാനിനിപ്പോൾ ഇന്ന് ഇവിടുന്ന് ഇനി കോസ്റ്റാറിക്കയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 165 കിലോമീറ്ററാണ് കോസ്റ്റാറിക്ക ബോർഡറിനുള്ള. അവിടെ പോയി കഴിഞ്ഞാൽ അറിയില്ല. പിന്നെ റൂം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് റൂമെല്ലാം. ഇത്രയും ദിവസം യാത്ര ചെയ്ത പോലെയല്ല. സെൻട്രൽ അമേരിക്കയിലെ കോസ്റ്റാറിക്ക ഭയങ്കര എക്സ്പെൻസീവാണ്, ഭയങ്കര ടൂറിസ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ തൊട്ടതിന് ഫുഡിനായാലും താമസത്തിനായാലും എല്ലാത്തിനും ഭയങ്കര എക്സ്പെൻസീവ്, എല്ലാ റേറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടുന്ന് എല്ലാ ഡ്രസ്സും അലക്കി എല്ലാം ആക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നതാണ് ബെറ്റർ എന്ന്. അല്ലെങ്കിൽ പണിയാവും. കാരണം അവിടെ എത്തിയിട്ട് പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്യാനൊന്നും സ്ഥലം എനിക്ക് കണ്ടില്ലെങ്കിൽ റൂം എടുക്കേണ്ടിയൊക്കെ വന്നാൽ ഇവിടെ ഒരു 4 ദിവസം നിൽക്കുന്ന റൂം അവിടെ ഒരു ദിവസത്തെ നിൽക്കേണ്ടി വരും. അങ്ങനെ ഇവിടെ ഒരു 900 സംതിങ് രൂപയാണ് വരുന്നുള്ളൂ, ഇന്ത്യൻ റുപ്പി ഒരു ദിവസത്തിന് കേട്ടോ. സോ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ഡ്രസ്സ് താഴെ വാഷിംഗ് മെഷീൻ ഉണ്ട്, സോ അതിൽ അലക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഈ ഒരു പുള്ളിക്കാരനുണ്ടല്ലോ, ഇന്നലെ ഞാൻ പാർക്കിലുണ്ടായിരുന്നു. ഞാൻ അവിടെ പാർക്കിൽ പോയ സമയത്ത് എൻ്റെ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ കുത്തിയിട്ടേക്കായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ആളായിട്ട് ഞാൻ ട്രാൻസ്ലേറ്റിൽ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നമ്പറൊക്കെ മേടിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം ചോദിച്ചപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ എവിടെയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ റൂം എടുത്തത്. അപ്പോൾ ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ റൂമൊന്നും അത്ര എക്സ്പെൻസീവ് അല്ലാന്ന്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ റൂം പോയി എടുത്തതും എല്ലാം. സോ അപ്പോൾ ആൾ നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉച്ച സമയത്തൊക്കെയാണ് എണീച്ചത്, കാരണം ഞാൻ ലേറ്റ് ആയിട്ടാണ് കിടന്നത് എഴുത്തൊക്കെ ചെയ്തിട്ട്. സോ ആളിപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ സി എന്താ വേണ്ട സി നല്ല പാവമായിട്ടുള്ള ഒരാളാണ് കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ കഴിക്കാൻ വേണ്ടതെന്നൊക്കെ. ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, ഞാൻ എല്ലാം കഴിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു. എങ്ങോട്ടോ വന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ. റെസ്റ്റോറൻ്റ് ആണോ? അത് റെസ്റ്റോറൻ്റ് അല്ലല്ലോ, എന്തോ അത് എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്തോ സൂപ്പർ മാർക്കറ്റൊക്കെ പോയിട്ടുണ്ടല്ലോ. ആ സൂപ്പർ മാർക്കറ്റാണല്ലോ, സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഞാൻ എന്താ അറിയില്ല ഇവിടെ വന്നത്. ഓ ഈ സിറ്റി പോലെ, സിറ്റി അല്ല അത്, ചെറിയ ടൗൺ ആണ്. എന്നാലും വലിയ ടൗണിലൊക്കെ എത്തുമ്പോൾ ഓരോന്നൊക്കെ മേടിച്ച് തിന്നാൻ തോന്നും. സ്വീറ്റ്സ് ക്രേവിങ്സ് ആണ്. പുള്ളിക്കാരൻ അവിടെ പൈസ എടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അവിടെ അല്ല ഫുഡ് കഴിക്കാൻ പോകുന്നത്, വേറെ എവിടെയാണോ കേട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്നത്. എന്നോട് ചോദിച്ചു പെസ്കാദ് ഇഷ്ടമാണോ എന്ന്. ഞാൻ പറഞ്ഞു പെസ്കാദ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഒരു റിവറൊക്കെ കാണുന്നുണ്ട് കേട്ടോ സൈഡിൽ. അതൊക്കെ ക്രോസ് ചെയ്തൊരു കാട്ടിനുള്ളിലൂടെയാണ് പോകുന്നത്. കുറച്ച് അപ്പുറം പോയിട്ടാണ് ഫുഡ് കഴിക്കാൻ പോണേന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ഇന്ന് റെസ്റ്റ് എടുക്കണം. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു ഒരു ദിവസം എന്തായാലും റെസ്റ്റ് എടുക്കണം എന്ന്. കാരണം ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ നടത്തവും ഉറക്കമില്ലാണ്ടും അങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു എത്ര ദിവസം, ഒരു കുറേ ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ് നേരം പോലെ. അന്ന് എന്നാൽ ആമസ്കിത്യ പോയപ്പോഴാണ് നല്ലപോലെ റെസ്റ്റ് എടുത്തത്. അതിനുശേഷം പിന്നെ അങ്ങനെ നേരെ റെസ്റ്റ് എടുത്തിട്ടില്ല. അത് ഇവിടെ റിവറിന്റെ സൈഡിലൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് നല്ല രസമുണ്ട്. കണ്ടോ ചെളിവെള്ളമാണ് കേട്ടോ റിവറിൽ നിന്ന് കാണുന്നത്. ഓക്കെ കണ്ടോ, മഴ പെയ്തിട്ട് എല്ലാവരുടെയും ചെളിയാണ്. ഇവിടെ നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ. അതായത് ഒരു തണുപ്പും ഉണ്ട്, നല്ല വെയിലും ഉണ്ട്. അങ്ങനെ ഒരു ക്ലൈമറ്റാണ് കേട്ടോ ഉള്ളത്. ദേ മഴ പെയ്ത് റിവറാണോ ഇത്? ഇങ്ങനെ ഒരുപാടൊന്നും ഒഴുകുന്നില്ല. മഴ പെയ്തുണ്ടായതായിരിക്കുമല്ലോ എന്തായാലും. അത്യാവശ്യം വലിയ റിവറാണ്, പക്ഷെ ഒഴുകുന്നില്ല കേട്ടോ. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കാണ്. ദേ നോക്കിയേ, ഇവിടെ ഉണ്ടോ ചെറിയ ടൗണൊക്കെ ആണെങ്കിലും അവരിവിടെ അതിനനുസരിച്ച് അവരിവിടെ ഇങ്ങനെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ടൗണുകളിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കൂടുതലും. ഇവിടെ ഫിഷൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫിഷ് പുള്ളിക്കാരൻ 4 എണ്ണം ഓർഡർ ചെയ്തത്. ഞാൻ പറഞ്ഞു 2 എണ്ണം ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ പുള്ളി ഞാൻ പറഞ്ഞു 3 എണ്ണം ഓർഡർ ചെയ്താൽ മതി. അതൊന്നും പോരാ, പുള്ളി 4 എണ്ണം ഓർഡർ ചെയ്തത്. എത്ര വലിയ സൈസാണ് വരികയെന്ന് എനിക്കറിയില്ല. ചെറുതാണോ 4 എണ്ണം അതെനിക്കറിയില്ല. എന്തായാലും വരുമ്പോൾ കാണാം. പുള്ളിക്കാരൻ എന്നോട് ചോദിക്കുകയാണ് പശുവിനെ കഴിക്കുമോന്ന്, ലൈക്ക് കൗ കഴിക്കുമോന്ന് ചോദിച്ചു, ബീഫ് കഴിക്കുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുന്നു. അപ്പൊ ആള് പറയാ കഴിക്കൂലല്ലോ, ഇന്ത്യൻസ് കഴിക്കൂലല്ലോ എന്ന്. ഈ കാർണേ മീ കാർണേ സി നോർത്ത് ഇന്ത്യ നോ സൗത്ത് ഇന്ത്യ സി സി ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ ആൾക്കാരും ബീഫ് കഴിക്കാത്തത്, സൗത്ത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാവരും കഴിക്കുന്നു പറഞ്ഞു കേട്ടോ. എൻ്റെ അടുത്ത് ആര് കണ്ടാലും അതാണ് ചോദിക്കുക. അതായത് ഇന്ത്യനെ പറ്റി
ഇന്ത്യ എന്ന രാജ്യം അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് അറിയുന്ന കാര്യം ഇന്ത്യൻസ് ബീഫ് കഴിക്കില്ല. രണ്ടാമത്തത്, ഇന്നലെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ച സമയത്ത് പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അറിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു പോലീസ് സ്റ്റേഷനിൽ എന്നെ ഡ്രോപ്പ് ചെയ്തത്. ആ പോലീസ് സ്റ്റേഷനിൽ എന്നെ ഡ്രോപ്പ് ചെയ്ത ആ പുള്ളിക്കാരനുണ്ടല്ലോ, ആള് എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താ അറിയോ, സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുമോ എന്ന് ചോദിച്ചു. ഇന്ത്യയിലെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഒരു നോർത്ത് ഇന്ത്യയിലെ എന്തോ ഒരു ഫുഡ് കൊൽക്കത്തയിലോ എവിടെയോ ഇങ്ങനെ ആക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എന്തോ ഒരു ഫുഡ്. ആ ഒരു ഫുഡ് വേൾഡ് വൈഡ് വൈറലാണ്. ഇന്ത്യ എന്ന രാജ്യം തന്നെ ആ ഒരു റീലും ആ ഒരു വീഡിയോ ടിക്ടോക്കിലും പല സ്ഥലത്തും ഇട്ടിട്ടാണ് അറിയുന്നത്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ സ്ട്രീറ്റ് ഫുഡ് മൊത്തം അൺഹൈജീനിക് ആണ്. അങ്ങനെ ഞാൻ എന്നിട്ട് ആളോടും പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നാണ്, അത് നോർത്ത് ഇന്ത്യയിലാണ്, വെസ്റ്റ് ഇന്ത്യയിലാണ്, ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്ത്. എന്നാലും അവർക്ക് വിശ്വാസമില്ല. പിന്നെ അവർക്ക് അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്രൗഡഡ് ആണ്. ഫുൾ ടൈം ഇങ്ങനെ നിൽക്കാൻ നടക്കാൻ സ്ഥലമില്ല. കാരണം മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി. പക്ഷെ ഇത്രയും വലിയ രാജ്യമാണ്, ഇത്രയും തുറന്ന സ്ഥലങ്ങളുണ്ട്, അതൊന്നും അവർക്കറിയില്ല. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ആ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് മാത്രമാണ് അവർക്ക് അറിയുന്നത്. ഭയങ്കരമായിട്ട് എന്താ പറയുക, നാണം കെടും കേട്ടോ. മെയിനായിട്ട് എമിഗ്രേഷനിലെ ആൾക്കാരൊക്കെ അത് ചോദിക്കുന്ന സമയത്ത് വിഷമം തോന്നാം. കാരണം അവരൊക്കെ ഒരു അങ്ങനത്തെ ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്ന ആൾക്കാരല്ലേ. ഇവിടെ കുടിക്കാൻ ആള് കോളയാണ് കേട്ടോ മേടിച്ച്. ഇവിടെ അധികം ആൾക്കാരും കോളയാണ് കുടിക്കുക. അവരെ കുടിച്ച് കഴിഞ്ഞു. ഞാൻ ഇവിടെ അലോവേറേൻ്റെ എന്തോ ഒരു ഇതാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്, കണ്ടില്ലേ. സീറോ കലോറി, ഷുഗർ ഫ്രീ, നോ ആർട്ടിഫിഷ്യൽ കളർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കുറച്ച് ഹെൽത്തി ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. 2 പേർക്ക് കഴിക്കാനുള്ള ഫുഡാണ് ഈ കാണുന്നത്. പുള്ളിക്കാരൻ എന്തോരം ഫുഡാ പറഞ്ഞെങ്കിൽ ഇതാര് കഴിക്കും. ഞാൻ ഓൾറെഡി വേണ്ട അത് 10 വട്ടം പറഞ്ഞിട്ടോ. എന്നിട്ടും ആൾ ഓർഡർ ചെയ്തതാണ്. മീനിന്റെ ഒക്കെ ആ പല്ല് തന്നെ കാണാൻ പറ്റുന്നത് കേട്ടാ, നോക്ക്. നല്ല രസമുണ്ട്, പല്ലൊക്കെ ഇങ്ങനെ കറക്റ്റ് ഉണ്ട്. എല്ലാം ഫ്രൈ ചെയ്തു. ചുമ്മാ അവര് ഉപ്പിട്ടുണ്ടാവും, ചിലപ്പോൾ ഉപ്പിട്ടുണ്ടാവില്ല, അങ്ങനെ ഫ്രൈ ചെയ്യും. അങ്ങനെ അവര് മസാല സ്പൈസസ് ഒന്നും ആഡ് ചെയ്യില്ല കേട്ടോ. പിന്നെ നമ്മളെ വേറെ എല്ലാ സ്ഥലത്തായിരുന്നെങ്കിൽ ഇത് പൊട്ടാറ്റോ ആയിരിക്കും. ഇവിടെ ബനാനയാണ് ആയിട്ടുള്ളത്. പിന്നെ എന്തോ അതിനൊരു ചട്നി പോലെ ഉണ്ട്, റൈസ് ഉണ്ട്, ഇത്ര ഐറ്റംസ് ഉണ്ട്. നോക്ക്, 2 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഫുഡ് കിട്ടാ. 2 പേരെ എങ്ങനെ ഇത്രയും കഴിക്കും? ഞാൻ ഫിഷ് എന്തായാലും കഴിക്കും, പക്ഷെ ബാക്കിയുള്ള ഫുഡ് കഴിക്കുമെന്നുള്ളതാണ്. ആള് എന്റെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും ഞാൻ കഴിക്കട്ടെ. ഞാനിത് കഴിച്ചു നോക്കട്ടെ കേട്ടോ, എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ആ ഒരു ചെളുക്കുണ്ടല്ലോ, പുറത്തെ ഷെല്ലില്ലേ, ആ ഷെല്ലിന് എന്താ പറയുന്നേ, ചെളുക്കാന്ന് എന്റെ അവിടെ പറയുന്നേ, അതൊക്കെ ഉണ്ട് കേട്ടാ. പിന്നെ ഫിഷ് ആയതുകൊണ്ട് എനിക്ക് ചെളുക്കണ്ടേലും കുഴപ്പമില്ല, ഞാൻ കഴിക്കും. നല്ല ഫ്രഷ് ആണ് കേട്ടോ. ഇവിടെ റിവർ ഉണ്ടല്ലോ, ആ റിവറിൽ നിന്ന് പിടിച്ചാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രഷ്നെസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിത് ആ ഫിഷ് എല്ലാം ഫുള്ള് കഴിച്ചിട്ടുണ്ട് കേട്ടോ. റൈസ് മൊത്തം കഴിച്ചു. റൈസിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. സാധാരണ ഇവിടുത്തെ റൈസ് കുക്ക് ചെയ്യൊന്നും ഇല്ല, ഇവര് ജസ്റ്റ് ഇങ്ങനെ ബോയിൽ ചെയ്യുള്ളൂ. ഭയങ്കര കടിക്കാൻ കിട്ടി. ഇത് നല്ലപോലെ കുക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു സാൽസ തന്നതും ലൈക്ക് ഒരു സോസ് ഉണ്ടായില്ലേ, ചട്നി പോലത്തെ, അതും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. സോ ഞാൻ മൊത്തം കഴിച്ചു. പിന്നെ ഇതെനിക്ക് ജസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇത് ഫുള്ള് കഴിച്ച് എനിക്ക് ഫുള്ള് കഴിക്കാനുള്ള വയറ് ഫുള്ളാവും. പക്ഷെ ഈ ഫുള്ള് ഇത് കടിച്ച് എന്താ പറയാ, ഫിഷ് കഴിച്ച് ആളെന്നിട്ട് ആളെന്നിട്ട് പറയാണ് ഇനി 2 കൂടെ പറയട്ടെ എന്ന്. ഞാൻ ആ ഫിഷ് ഫുള്ള് കഴിക്കുന്നു പറഞ്ഞപ്പോ കണ്ടാ നോ ഇനി 2 കൂടെ പറയാന്ന്. ഞാൻ നല്ല പോലെ അത് കഴിക്കുന്ന കണ്ടിട്ട് ആള് പറഞ്ഞ്, അവരുടെ നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് മൊത്തം കഴിച്ചു. ഫിഷ് പിന്നെ എത്ര കിട്ടിയാലും കഴിക്കും അറിയാതെ ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് വീട്ടിൽ 2 പറയുന്നത്. എന്റെ വയറ് ഫുള്ളാ, പൊട്ടാനായി. ഫുഡൊക്കെ കഴിച്ചതേ വയറൊക്കെ ഫുള്ളായിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടോ ഇനി പോവാന്നാണ് പറഞ്ഞത്. എങ്ങോട്ടാന്ന് എനിക്കല്ല, ഇവിടെയൊക്കെ ചുറ്റി കാണിച്ചു തരാമെന്ന് പറഞ്ഞു ആള്. ഫുഡിന് ബില്ല് ഞാൻ ചോദിച്ചാണ് കേട്ടോ. ആളെന്നെ ട്രീറ്റ് ചെയ്താണല്ലോ. സോ ഞാൻ ബില്ല് നോക്കിയ സമയത്ത് ഇവിടത്തെ 1500 കൊർദോബയാണ് കേട്ടോ ആയിട്ടുള്ളത്. 1500 കൊർദോബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പി ഒരു 3500 രൂപ കേട്ടോ. അത് ഇവിടെ ഇങ്ങനെ വന്ന് റെസ്റ്റോറൻറ്റിൽ കഴിക്കുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും, അതാണ്. പിന്നെ മൊത്തത്തിൽ ഫിഷിന് പൊതുവെ എല്ലാ രാജ്യത്തും എക്സ്പെൻസീവ് ആണ്. ഈ ടൗണൊക്കെ ഇങ്ങനെ ചുമ്മാ കറക്കി കാണിക്കുവാണ് കേട്ടോ എന്നെ. കുറച്ച് നേരത്തെ ഒരു സ്ഥലം കണ്ടു കേട്ടോ. അവിടെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കുതിര ഉണ്ടല്ലോ, കുതിരനെ റേസ് ചെയ്യില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെയാണ് കേട്ടോ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇങ്ങനെ കയറ്റവും ഇറക്കവും ഒക്കെയാണ്. ഓക്കെ, ബൈ ബൈ, ഗ്രാസിയാസ്. ഓക്കെ.
ആളിതാ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ട്. ആൾക്ക് എന്തോ വർക്ക് ഉണ്ട്, അപ്പൊ അങ്ങോട്ട് പോവാന്നാണ് കേട്ടോ എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ കുറെ ദിവസം എന്റെ ഹെയർ ഒന്ന് കളർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും എത്തുന്ന സമയത്ത് ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അപ്പൊ എന്തായാലും ഞാൻ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്, റെസ്റ്റ് എടുക്കുകയാണ്. സോ ഞാൻ ഇവിടെ ഒരു വീട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ള. ആളിനോട് ഞാൻ ഇവിടെ സലൂൺ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് ഇവിടെ സലൂണൊക്കെ ഇങ്ങനെ വീട്ടിലാണ് എന്നാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ജസ്റ്റ് സാധാ ഒരു വീട്ടിന്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. ഇവർക്ക് ചെയ്യാൻ അറിയോ എന്തോ. പുള്ളിക്കാരി കളറൊക്കെ ചെയ്തിട്ടുണ്ട്. ഓല ഓ ദിസ് റോഹോ സി ആ കളറാണ്, ആ കളർ മാത്രം ഇവിടെ ഉള്ളൂ എന്നാട്ടോ പറയുന്നത്. വേറെ ഒരു സ്ഥലത്ത് ആരോ വിളിച്ചൊക്കെ ചോദിക്കണ്ടായി പുള്ളിക്കാരൻ. പക്ഷെ അവിടെ ഹെയർ കളർ ഒന്നും ഇല്ലാന്ന് പറയാം. എന്തായാലും ഇപ്പൊ ഉള്ള ഈ അലമ്പ് കളർ ഒന്ന് മാറ്റാന്ന് വിചാരിച്ച്. ബിയൻ സി സി ഇവിടെ കണ്ണാടിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇന്റെ കളർ ആക്ച്വലി ഞാന് നാട്ടിൽ നിന്ന് വയലറ്റ് ചെയ്തതാണ്. പക്ഷെ അതിന് ശേഷം അത് തന്നെ ഫെയ്ഡായി വേറെ ഏതൊക്കെയോ കളറായിട്ടുണ്ട്. അതെങ്ങനെ ഇങ്ങനത്തെ കളറായിന്ന് പോലും എനിക്കറിയില്ല. നോക്ക് കണ്ടാ, ഏതൊക്കെയോ കളറുകളാണ് വന്നത്. ചെയ്ത കളറൊന്നല്ല, ഫെയ്ഡായപ്പോ വന്നത് വേറെ ഏതൊക്കെയോ കളേഴ്സ് ആണ് കേട്ടോ. സോ ഞാൻ ഇവിടെ ചെയ്യട്ടെ. ഇത് എന്താവോ എന്തോ കേട്ടോ. അവസാനം ജസ്റ്റ് ഒരു വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇത് ഭയങ്കര ചീപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചെയ്യുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ചെയ്യണമെങ്കിൽ ഒരു $100 $8,000 6,000 ഒക്കെ എന്തായാലും വരും കേട്ടോ. ഇവിടെ അതിന്റെ റേറ്റ് ഇന്ത്യൻ റുപ്പി 1160 അത്രേ ഉള്ളൂ കേട്ടോ. അതായത് ഇവിടത്തെ ഏകദേശം എത്ര 500 കൊർദോബയാണ് കേട്ടോ വരുന്നത്. അത് വീട്ടിൽ തന്നെ ചെയ്യുന്നോണ്ടാണ്. അവര് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് പ്രൊഫഷണൽ രീതിയിലൊന്നല്ല ചെയ്യുന്നത് കേട്ടോ. ചെയ്ത് കഴിയുമ്പോ അറിയാം എന്താവും എന്നുള്ളത്. ഞാൻ വന്നപ്പോ ഭയങ്കര കൊരയായിരുന്നു കേട്ടോ. ഇതൊക്കെ അവര് തമ്മിൽ സ്നേഹിക്കുന്നത്. ഓ കണ്ടാ പേടിയാവും, പക്ഷെ അവര് പിടിച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ക്യൂട്ട്, അടിപൊളി കേട്ടോ. കടിക്കുന്നു പറഞ്ഞിട്ടോ ഞാൻ ചോദിച്ച സമയത്ത്. അയ്യോ, എനിക്ക് എന്റെ ഡോഗിനെ മിസ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എന്റെ ഡോഗിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ചു നോക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഷോ ക്യൂട്ട് ബൊണീത്തോ. ഓ കെട്ടി പിടിക്കണ്ട. ഓ നോക്ക്, എന്റെ മുടിയുടെ കളറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഓൾറെഡി എന്റെ കളർ ഉണ്ടായത് കൊണ്ട് തന്നെ റെഡ് ചെയ്ത സമയത്ത് കളറ് വന്നത് വേറൊരു കളറാണ്. കുറച്ച് ഡാർക്ക് ആയിട്ട് ഒരു ഡാർക്ക് പേർപ്പിൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പൊ അത് ഭയങ്കര വിസിബിൾ അല്ല, ഒന്നാമത് ഇവിടെ ഭയങ്കര ഇരുട്ടാണ്, അതുകൊണ്ട് കാണുന്നില്ല. ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയി കിടക്കുന്നത് നോക്കണ്ട കേട്ടോ. അത് അവര് കളറിങ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരതൊന്ന് സ്ട്രെയിറ്റ് ആയി കിടക്കാൻ വേണ്ടി ഇങ്ങനെ അയൺ ചെയ്തതാണ്. അത് ഓട്ടോമാറ്റിക്കലി കേളിയായി മാറും. എൻ്റെത് ഓൾറെഡി അങ്ങനെ സ്ട്രെയിറ്റ് ഹെയർ അല്ല. ഇവിടെ അതേ നല്ല മഴയാണ് കേട്ടോ. കുറേ നേരമായിട്ട് മഴ തന്നെയാണ് ഉണ്ടായിരുന്നത്. സോ കുഴപ്പമൊന്നുമില്ല. എന്തായാലും മറ്റേ ആ ഒരു കളർ അങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ബോറായിട്ടുണ്ടായിരുന്നു. സോ ഇതിപ്പോ 2 ദിവസം കഴിഞ്ഞാലാണ് ഇതിന്റെ ഒരു റിയൽ കളർ എന്താന്ന് അറിയാൻ പറ്റും. ഒന്നാമതിപ്പോ വെയിലില്ലാണ്ട് ഡാർക്ക് ആയതുകൊണ്ട് മനസ്സിലാവുന്നില്ല. ഇനി വെയിലൊക്കെ അടിച്ച് ഒന്ന് ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ. 2-3 ദിവസത്തിന് വാഷ് ചെയ്യണ്ടെന്നാ പറഞ്ഞ ഹെയർ. ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എന്റെ ഹോട്ടലിൽ എന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. എനിക്കിതാ റെയിൻകോട്ടൊക്കെ തന്നേക്കാണ് കേട്ടോ, ജാക്കറ്റ്. പിന്നെ ഇതാ ഒരു സാധനം ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ചാൽ മതി. ഈ കളർ പോകുമ്പോ അതിനുള്ള ബ്രഷും കണ്ടോ, ബ്രഷും സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഗ്രാസിയാസ്. ഓക്കെ, എന്റെ കൂടെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അവര് ടിക്ടോക്കിൽ. ഇവര് മൊത്തം ടിക്ടോക്കിന്റെ ആൾക്കാരാണ്. എനിക്ക് ഇടാൻ ഈ ഒരു ജാക്കറ്റ് ഒരു കോട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് ക്ലോസ് ചെയ്ത സമയത്ത് നോക്കിയേ, ഞാൻ അടിയിലൊന്നും ഇടാത്ത പോലെ ഇല്ലേ, കാരണം ആ ഷോർട്സ് ഇട്ടത് കൊണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും കേട്ടാ. നല്ല രസമുണ്ട്. ഇത് വാട്ടർ പ്രൂഫ് ആണ്, പിന്നെ തണുപ്പിനൊക്കെ ഉള്ള ടൈപ്പ് ജാക്കറ്റ് ഒക്കെയാണ് കേട്ടോ. ഞാനിപ്പോ അവരെന്തോ കമ്പനിക്കാരുടെ വീട്ടിൽ വന്ന പോലെയാണ് കേട്ടോ. ഭയങ്കര ക്ലോസ് ആണിപ്പോ. എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ അടിയില് ട്രൗസർ ഇടാത്ത പോലെ ഉണ്ട് കേട്ടോ. ഷോർട്സ് ഇട്ടിട്ട് കണ്ടോ, നല്ല രസമുണ്ട്. പക്ഷെ കൊള്ളാട്ടോ. പുള്ളിക്കാരി തന്നെ അത് എനിക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പോ നോക്കിയേ എന്ത് രസമാണ് നോക്കി അവിടെ എല്ലാം കാണാന്. ഫുള്ള് കോട മൂടിയിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് മൗണ്ടെയിൻസ് ഒക്കെയാണ്. അത് എത്രയോ ദൂരെയാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ കാണുന്നുള്ളൂ. വലിയ മലയാണ്. അത് ഇത്രയും വലുതായോണ്ടാണ് ഇത്രയും ദൂരെ തന്നെ ഇത്രയും ഇതായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. സോ നമ്മളിതാ എന്നെ ബൈക്കിലാണ് കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കൂടുതലും പെൺകുട്ടികളാണ് ബൈക്കൊക്കെ ഓടിക്കാന്നുള്ളത്. അതുകൊണ്ട് പുള്ളിക്കാരുടെ ബൈക്കാണ് കേട്ടോ ഇത്. നമ്മൾ പോവാണ്. ഞാനിതാ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്.
ഞാനിത് അതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ പോട്ടെ. നമ്മളിതാ അപ്പോൾ നല്ലൊരു റെയിനി റൈഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരി എനിക്കൊരു ഫ്രണ്ട് പോലെയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ പോവാനായിട്ട്. ഇവിടെ ഇതിപ്പോ മനാഗുവലാണെങ്കിൽ ഫോണ് പോയിട്ടുണ്ടാവും ഇങ്ങനെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ. ഇവിടെ ചെറിയ ടൗണും വില്ലേജൊക്കെ ആയതുകൊണ്ടാണ് കുഴപ്പമില്ലാത്ത കേട്ടോ. ഓക്കെ. ഓ ഇടിമിന്നുണ്ട്. ഓക്കെ ബൈ ബൈ. ഗ്രാസിയാസ്. എൻ്റെ അമ്മോ ഇപ്പൊ കണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. വീഡിയോ അപ്ലേക്ക് ഓൺ ആയോന്ന് അറിയില്ല. ഭയങ്കര രീതിയിലാണ് ഇടി മിന്നി കേട്ടോ. ഇടി മിന്നി ഇതേ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇടി പൊട്ടുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരി തന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാണ് കേട്ടോ. ഗ്രാസിയാസ് ബൈ സീ. ഓക്കെ. ഹലോ. ഇപ്പൊ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്ത്. എൻ്റെ ഡ്രസ്സെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ ബാഗിൽ പാക്ക് ചെയ്ത് ഞാനിത് അവിടുന്ന് ഇറങ്ങി ഇനി കോസ്റ്റാറിക്കയ്ക്ക് പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 176 കിലോമീറ്റർ ഉണ്ട് ബോർഡറിലേക്ക്. ലിഫ്റ്റ് കിട്ടുമോയെന്ന് അറിയില്ല. ഭയങ്കര ടാസ്ക്കാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ലിഫ്റ്റ് കിട്ടാനായിട്ട്. സോ ഞാനിവിടെ ഇറങ്ങാണ്. ഇവരുടെ അടുത്തൊക്കെ ബായ് പറയാണ്. ആക്ച്വലി ഞാൻ ഹോട്ടൽ റൂം എടുത്താണ്. പക്ഷെ ഞാൻ ഇവരായിട്ട് എൻ്റെ ഫാമിലി പോലെ ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗ്രാസിയാസ് ബൈ ബൈ. പിന്നെതാ ഈ വേറെ പുള്ളിക്കാരുടെ ഉണ്ട്. അപ്പോൾ ആള് ഇംഗ്ലീഷൊക്കെ സംസാരിക്കും കേട്ടോ. ഓക്കെ ബൈ 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 ബൈ. താങ്ക് യു സോ മച്ച്. അവിടുന്ന് ഇറങ്ങി ഒരു 2 കിലോമീറ്റേഴ്സ് ഞാൻ നടന്നു കേട്ടോ. എൻ്റെ ഷോൾഡറൊക്കെ വേദനിക്കാൻ തുടങ്ങി. ഞാനിനി ഇത് അവിടുന്ന് ഹിച്ചാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ബസ് ഉണ്ടാവും, പക്ഷെ ബസ്സൊന്നും കണ്ടില്ല വരുന്ന വഴിക്ക്. സോ ബസ് കിട്ടുകയാണെങ്കിൽ ഞാൻ പോകണം. എന്തിലാണെങ്കിൽ ഇപ്പോൾ പൈസയൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. ഇനി എൻ്റെ ആകെ 170 രൂപ എന്തോ ഉള്ളൂ. 170 കൊർദോബ. 150 ബസ്സിന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടില്ല, വിശന്നിട്ട് വയ്യ. ഞാൻ ബസ് കിട്ടുകയാണെങ്കിൽ പിന്നെ അവിടെ എത്തിയിട്ട് ക്യാഷ് പിന്നെ ഡോളർ മാറിയിട്ട് കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാ. ലിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ പറഞ്ഞിട്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ പൈസ എന്തായാലും തീരും. അപ്പോൾ പിന്നെ ബസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാ ഇപ്പം എൻ്റെ ഹെയറിൻ്റെ കളറ് കുറച്ചൊക്കെ കാണാൻ പറ്റില്ലേ, റെഡ്. ഇപ്പോൾ ഒരു വെയിലൊക്കെ ആയപ്പോൾ എനിക്കിത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്രാസിയാസ്. അവരിതാ ഒരു 25 കിലോമീറ്റർ പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്, ലൊവാഗോ. ഈ പാട്ടുമായിട്ട് ഇങ്ങനെ നടക്കുന്ന എന്താ അറിയോ, ഫ്യൂണറലാണ് കേട്ടോ. ഇവരുടെ ഫ്യൂണറൽ എങ്ങനെയാണ്, ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വണ്ടിയിൽ ഇങ്ങനെ തുറന്നിട്ട് ആ ഒരു ഏരിയയിൽ മൊത്തം അവർ കിലോമീറ്റേഴ്സ് ഇങ്ങനെ നടന്നു പോകും കേട്ടോ, പാട്ടൊക്കെ വെച്ച്. അതാണ് സംഭവം. ശരിക്കും ഫ്യൂണറൽ മാത്രമായിട്ടൊരു വണ്ടി ഉണ്ടാവും. ഇത് പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വണ്ടിയാട്ടോ. ഉണ്ടോ പാട്ടൊക്കെ ആയിട്ട്. വീഡിയോ എടുക്കുമ്പോ അവരെല്ലാം ചിരിക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഒരു കുതിരയിലൊക്കെ പോകുന്നുണ്ട്. അവർക്ക് അതൊരു ആകാശമൊക്കെ പോലെ. നമ്മളെ ഈ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ഇല്ലേ, അതുപോലെ തന്നെ ഇവിടെ. അവര് തന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ ഈ റൂട്ടിനാണ് പോകുന്നത്. എനിക്ക് കോസ്റ്റാറിക്ക ഇങ്ങോട്ടാന്നെല്ലാം അവരെനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. വരുന്ന വഴിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു വഴികൾ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവർ നല്ല സ്പീഡിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കോസ്റ്റാറിക്കയ്ക്ക് പോകാനുള്ള വഴി അടിപൊളിയാണല്ലോ, നല്ല റോഡൊക്കെയാണ് കേട്ടോ. കുറേ നേരം ഞാൻ അവിടെ നിന്നിട്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു വണ്ടി കിട്ടിയത്. ഗ്രാസിയാസ്. ആക്ച്വലി ഒരു ബസ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കയ്യൊക്കെ കാണിച്ചിട്ട് അവർ നിർത്തിയില്ല. എനിക്ക് തോന്നുന്നു ഇടയിലുള്ള അവർ സ്റ്റോപ്പിൽ നിർത്തൂലായിരിക്കും, ബസ് സ്റ്റോപ്പിലല്ലാണ്ട്. അല്ലെങ്കിൽ മെയിൻ ജംഗ്ഷനൊക്കെ ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും നിർത്തുന്നുണ്ടാവുള്ളൂ. ആ സാധാരണ ബസ്സൊക്കെ എല്ലാ സ്ഥലത്തും നിർത്താറുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇടയിലൊക്കെ ചെറിയ വീടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ഫുള്ള് ഒരേ ഒരു ലാൻഡ്സ്കേപ്പാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു കാഴ്ചകൾ തന്നെയാണ് ഉള്ളത്. ഫുള്ള് കാടും. പക്ഷെ നല്ല രസമാണ് കേട്ടോ. അത് വീഡിയോയിൽ കാണുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത് അടിപൊളിയാണ്, ഫുൾ ഗ്രീനറി ആയിട്ട്. ഇപ്പതാ നല്ല പെരുമഴയാണ് കേട്ടോ. ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഫുള്ള് നനഞ്ഞിട്ടുണ്ടാവും. നോക്ക്. അയ്യോ, ഇവിടുന്ന് ഇനി ഒരു 86 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ. ആളെന്നെ ഇവിടെ വരെ ആക്കിയിട്ടുണ്ട്. ഞാനിവിടെ കുറേ നേരമായിട്ട് ഇരിക്കുന്നു, വണ്ടികളൊന്നും അങ്ങനെ നിർത്തുന്നുമില്ല. ഇരുന്ന് ലിഫ്റ്റ് അടിച്ചു നോക്കാം. നിന്ന് എൻ്റെ കാല് വേദന എടുത്തു. നിർത്തിയില്ല. ബസ് വരുന്നില്ല കേട്ടോ. ബസ് വന്നെങ്കിൽ അതിൽ കയറി പോവാ പറഞ്ഞിട്ട് ഇപ്പൊ സമയം വൈകിട്ടായി, 4 മണിയായിട്ടുണ്ട്. ഇരുന്ന് ലിഫ്റ്റ് അടിച്ചാലൊന്നും എന്തായാലും അവര് നിർത്തൂല, നമ്മൾ എഫേർട്ട് എടുക്കണില്ലാന്ന് വിചാരിക്കും. എന്തിനാ അവര് ഹോൺ അടിച്ചു പോയേ?
എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ തൊട്ടിപ്പോൾ സമയം 4 മണി. 4 മണി വരെ ഞാൻ ഒന്നും തിന്നിട്ടില്ല. വെള്ളം കുടിച്ച്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അവിടെ ഒരു വീട് പോലെ എന്തോ കാണുന്നുണ്ട്, പക്ഷെ റെസ്റ്റോറൻ്റ് ഒന്നുമല്ല. എനിക്ക് വിശക്കുന്നുണ്ട്. ഞാനിനി ബസ് വന്നാൽ കയറിപ്പോയിട്ട് അവിടുന്ന് കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ടായി വിശന്നിട്ട് പട്ടിണി കിടക്കുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ എന്താ ഒരുപാട് കഴിക്കാനൊരു തോന്നലും ഇല്ല, എന്താണെന്നറിയില്ല. എനിക്കിത് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ അവർ കുറച്ച് ദൂരം ഉള്ളൂ ഞാൻ ചോദിച്ച സമയത്ത്. പിന്നെ ഞാൻ എൻ്റെ ഹാറ്റ് ഊരി വെക്കുമ്പോഴല്ലേ, ഞാൻ ഇന്നലെ ഒരു സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതെൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാനത് കഴിക്കട്ടെ. ഞാൻ ഇന്നലെ കാഷ്യൂനട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നേ, ചെറിയൊരെണ്ണം. അപ്പം അത് കഴിച്ചിട്ട് വിശപ്പ് മാറും. ഞാനിത് അവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എഗ്ഗ് പറഞ്ഞിട്ടുണ്ട്. എഗ്ഗിന് 40 കൊർദോബയാണ് വരുന്നത്. എൻ്റെ 170 സംതിങ് ഉണ്ട്. അപ്പം പിന്നെ ഞാൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്നുണ്ട്. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബസ് വന്നിട്ട് ബസ്സിൽ തന്നെ പോകണം, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പോൾ ലിഫ്റ്റ് അടിക്കാൻ തന്നെ പറ്റില്ല കേട്ടോ. നോക്കി ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ഒരു തോർത്തിയും പിന്നെ ബീൻസും ഇതും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് 50 വരുന്നത്. അപ്പം ഞാനത് മേടിച്ചു. ബോർഡറിലേക്ക് ബസ്സില്ല, ഇത് വേറെ എങ്ങോട്ടോ ആണ്, അതായത് സാൻ കാർലോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. പക്ഷെ ഇവിടുന്ന് ഒരു 23 കിലോമീറ്റർ ബസ്സിൽ പോവാം. ഞാനിതാ ഈ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, സ്ഥലം തന്നെ അല്ല കേട്ടോ നിൽക്കാനായിട്ട്. ഞാനിവിടെ ഡോറിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. നല്ല സ്പീഡിലാണ് പോകുന്നത്. ഇവിടുന്ന് ആകെ ഒരു 23 കിലോമീറ്റർ ഉള്ളൂ. അവിടുന്ന് പിന്നെ വേറെ ഡൈവേഴ്ഷനിലേക്ക് പോകും. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് വേണം പിന്നെ എനിക്ക് അവിടുന്ന് ലിഫ്റ്റ് അടിക്കാനായിട്ട്. ഇപ്പോൾ ഒരു 50 ആയിട്ടുണ്ട് ഇവിടുത്തെ ഈ ബസ്സിൻ്റെ പൈസ കേട്ടോ. നമുക്ക് കേട്ടോ ഇങ്ങനെ സൈഡിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് പോകുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ബസ് ആദ്യമേ കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ ഞാൻ വഴിയിൽ നിന്ന് ആകെ ഒരു ബസ്സേ കണ്ടുള്ളൂ. അത് കൈ കാണിച്ചപ്പോൾ നിർത്തിയതുമില്ല. ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ബസ്സിൽ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പോകണമെങ്കിൽ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ബോർഡറിലേക്ക് ക്ലോസ് ആയിട്ടാണ് മാപ്പ് കാണിക്കുന്നത്. പറയാൻ പറ്റില്ല, പക്ഷെ മാപ്പിൽ കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല കേട്ടോ. അതുണ്ടോ ഇതിൽ കാണിക്കുന്ന നോക്ക്, കണ്ടോ 4 o'clock അത് ക്ലോസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ ഉറപ്പില്ല, അവിടെ പോയി തന്നെ നോക്കേണ്ടി വരും. മഴ ആയതുകൊണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ഏതൊരു വണ്ടി വന്നിട്ട് ലിഫ്റ്റ് അടിച്ചിട്ട് പോകേണ്ടി വരും. ആ ബസ് വേറെ ഡയറക്ഷനിലേക്ക് പോയി. സമയം ഇപ്പോൾ 6 മണി ആയിട്ടുള്ളൂ. പക്ഷെ ഞാനിവിടെ ലോക്കായിട്ടാണ് ഉള്ളത്. ഒരു വണ്ടി പോലും വരുന്നില്ല. മാത്രമല്ല നല്ല പെരുമഴയും. എനിക്കാണെങ്കിൽ വയറ് ഭയങ്കരമായിട്ട് വേദന എടുക്കുകയാണ് കേട്ടോ. ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ലല്ലോ, അപ്പം അതുകൊണ്ട് ഗ്യാസ് കയറിയതാന്ന് തോന്നുന്നു. എനിക്ക് ബേപ്പിങ്ങും വരുന്നുണ്ട്. വയറിനൊരു കൊളത്തി പിടിച്ചൊരു വേദന ആണ് കേട്ടോ. കുറേ നാളായിട്ട് എനിക്ക് അങ്ങനെ വയറിനൊരു പ്രശ്നങ്ങളൊന്നും വരാത്ത. പക്ഷെ ഇതെന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഫുഡ് രാവിലെ തൊട്ടൊന്നും കഴിക്കാണ്ടിരുന്നോണ്ടാന്ന് തോന്നുന്നു. പണിയായിട്ടുണ്ട്. ഞാൻ ആൾക്കാരായിട്ട് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റിൽ സംസാരിക്കുന്നത് കാണിച്ചു തരാൻ വീഡിയോയിൽ കുറേ പേര് പറയുന്നുണ്ടായിട്ടോ. ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതൊക്കെ ഞാൻ കേൾപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അല്ല വരുന്നില്ലല്ലോ. Hola, soy Arunima de India. Viajo por todo el mundo. Este es mi país número 47. Llevo 5 años viajando por todo el mundo. Y solía quedarme con gente local. En las escuelas o también en la estación de policía. No me quedo en hoteles porque viajo con poco dinero. Tomo transporte de cualquier vehículo que consiga. Así es como viajo y solía viajar a aldeas remotas para conocer su hospitalidad, su cultura, su estilo de vida. Tengo un canal de YouTube donde hago videos sobre todo. Puedes consultar mi canal de YouTube y así podrás entender cómo viajo. Así que hoy necesito un lugar donde quedarme. Solo necesito un lugar seguro y un refugio que me proteja de la lluvia. Eso es todo. Espero que alguien pueda ayudar con esto. Escuché que la gente local es amigable y amable. ഇങ്ങനെയാണ്. ഇപ്പം ഇനി അവർ ട്രാൻസ്ലേറ്റർ റിപ്ലൈ തരും. ഏതെങ്കിലും ഞാൻ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം ഉണ്ടോ, ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നതാണ്, ഹോട്ടലുകളിൽ എമർജൻസി വരുമ്പോൾ താമസിക്കാറുള്ളൂ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ അവർ എന്താ റിപ്ലൈ പറയണമെന്ന് നോക്കട്ടെ. ഇവിടെ മഴ ആയതുകൊണ്ട് അവരെനിക്ക് കുട തന്നിട്ടുണ്ട് കേട്ടോ. ഓ ഓല 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 അക്കി മോച്ചില അക്കി സി സി സി. അവര് ഇവിടെ ഒരു അടുത്ത് പള്ളിയുണ്ട്. സി 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 പള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് ബാഗ് എടുത്തിട്ട് പള്ളിയിലേക്ക് പോകാൻ നിൽക്കുക. എനിക്ക് ഫ്ലാഷ് അടിച്ചുകൊണ്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല റോഡും വഴിയും വെള്ളവും. ഇവിടെ മൊത്തം വഴിയും വെള്ളമാണ് കേട്ടോ.
അവിടെ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം ബാഗ് എടുക്കട്ടെ. നല്ല രസമുള്ള കൂടാല്ലേ. ഓക്കെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ പാസ്റ്ററോ ആരെങ്കിലൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. ചാൻസ് കുറവാണ്. ഞാൻ എന്തായാലും അവരുടെ കൂടെ പോയി നോക്കട്ടെ. നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാവുന്ന നല്ല പെരുമഴയാണ്. പുള്ളിക്കാരിത് അവിടെ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാണ് കേട്ടോ. ഈ ഒരു പുള്ളിക്കാരുടെ അടുത്താണ് എന്നെ ആക്കിയിട്ടുള്ളത്. ഇവിടെ എവിടോ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം തരാം. അവര് ബെഡ് എന്തോ തരും, ഇവിടെ കിടക്കാന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല അവിടെ എവിടെ സ്ഥലം ഉള്ളതെന്ന്. എൻ്റെ അടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ പശുവിന് കാടിവെള്ളം കലക്കി വെച്ച പോലെ ഇവിടെ പന്നിക്ക് വേണ്ടിയിട്ടാണ് കാടിവെള്ളം കലക്കി വെച്ചിട്ട് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു ഡോഗൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. തുള്ളുന്നുണ്ടാ അവരെനിക്ക് സ്ഥലം തന്നിട്ടുണ്ട് കേട്ടോ കിടക്കാനായിട്ട്. അപ്പൊ ഇവിടെ എനിക്ക് ബാത്റൂം കാണിച്ചു തരാം. ബാത്റൂം എവിടെ? അതൊന്തേ para pupú. Sí. Pero si solo va a orinar, va a orinar ahí. Sí, sí, sí. എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയിട്ട് ബാത്റൂം പോവാനാട്ടോ. പുപ്പു എന്ന് പറഞ്ഞാൽ അപ്പിടുന്നതിനാണ് കേട്ടോ പറയുന്നത്. മൂത്രമൊഴിക്കാൻ ഇവിടെ ഉണ്ട്. കുളിക്കാനാണെങ്കിലും മൂത്രമൊഴിക്കാനാണെങ്കിലും ഇതാ ഈ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. പക്ഷെ അവർക്ക് ബാത്റൂം ഇല്ല. കുറെ പന്നികളെ കാണുന്നുണ്ട്. അവിടെ ബാത്റൂം പോകണം നമ്മള്. പാത്രമൊക്കെ കഴുകുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടില്ലേ, അവരുടെ പാത്രങ്ങളൊക്കെ നോക്ക്. ഇങ്ങനെ മുകളിൽ ഹാങ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവരിങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് ഒരു ടേബിളിൽ. ഈ ഡോഗ് ഇതുവഴി നടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് വീടിൻ്റെ ഉള്ളിൽ. എന്താ എന്തോ ഡ്രിങ്ക് ആണല്ലോ. ഫ്രെസ്കോ. Cebada. Se hace cocida con canela. Se hace cocida, después se bate y se echa allá a helar. ഫ്രെസ്കോ എന്ന് പറഞ്ഞാൽ ജ്യൂസ് അതാണ് കേട്ടോ. ലൈക്ക് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് എന്തോ ആണ്. പക്ഷെ ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല. ഈ റോസ് കളറിൽ എന്ത് ഫ്രൂട്ടാണ്? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. കൊറേ തരാൻ വേണ്ടി നിന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ടേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മതിയില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ മേടിച്ചിട്ടുള്ളൂ. ഇതെന്താന്ന് മനസ്സിലാവണല്ലോ. എന്താ ഒരു ഗ്ലാസ് ഫുള്ള് തന്നിട്ടുണ്ടേ. ഞാൻ ട്രാൻസ്ലേറ്റിൽ ചോദിച്ചോട്ടെ എന്ത് ജ്യൂസാണെന്ന്. എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഒരുപാട് സ്വീറ്റ് ഒന്നുമില്ല, ലൈറ്റ് ആയിട്ടൊരു സ്വീറ്റ് ഉണ്ട്. അവരോട് ഞാൻ ട്രാൻസ്ലേറ്റിൽ ഇത് എന്താന്ന് ചോദിച്ച സമയത്ത് അവര് പറഞ്ഞ എന്താണെന്നറിയോ? ഇത് നോക്ക്, ഇത് കോണ് വെച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഓൾറെഡി മറ്റേ റെഡി ടു ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് അവർക്ക് എന്താണെന്നറിയില്ല. ഒന്നുമില്ല റൈസ് ആയിരിക്കും, അല്ലെങ്കിൽ വീറ്റ് ആയിരിക്കും, അങ്ങനെ അവർ പറയുന്നത് കേട്ടോ. ഇതാണ് എനിക്ക് കിടക്കാൻ വേണ്ടി തന്നിട്ടുള്ള റൂം. ഇവിടെ നല്ല കൊതുണ്ട്. എന്നെ തന്നെ കുറേ കൊതു ഇപ്പം കടിച്ചു. അപ്പോൾ അതെ ഈ ഒരു റൂമിലാണ് കിടക്കാൻ പോകുന്നത്. നെറ്റൊക്കെ ഉണ്ട് കേട്ടോ, കൊതുവിൻ്റെ വല. ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ചെറിയ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ടേബിള് നോക്കിയേ. ടേബിള് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു കേട്ടോ. ആദ്യം ലൈറ്റ് അധികം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇത് എന്ത് സാധനം എന്ന് വിചാരിച്ച്. കണ്ടാ ഒരു എന്തിൻ്റെയോ കാല് പോലെയുള്ള ഈ ടേബിളൊക്കെയാണ്. ഒരു ഇച്ചിരി ഭാഗം അതിൽ വെച്ചിട്ടുള്ളൂ. ഇവിടെ ഉണ്ടോ ഇതിങ്ങനെ മഴ പെയ്തിട്ട് ഒരു സ്മെല്ല് പോലെ ഇങ്ങനെ ഉണ്ട്. ഇവിടെ ഒക്കെ ഓൾറെഡി മൊത്തത്തിൽ വെള്ളമാണ്. വെള്ളം കയറിയിട്ട് ഇങ്ങനെ ഒരു നനവാണ് കേട്ടോ ഇവിടെ മൊത്തത്തിലുള്ളത്. കണ്ടോ എന്താ ഫെലിസ് മറ്റേ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ഇവര് സ്പാനിഷിൽ എഴുതിയിട്ടില്ലാണ് കേട്ടോ കാണുന്നത്. ഇവരെനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പാല് തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ പാല് കുടിക്കാൻ പോകുന്നത്. നല്ല ചൂടുള്ള പാലാണ്. ഇവരതിനെ പറയുന്നത് ലേച്ചെ എന്നാണ് കേട്ടോ. ലേച്ചെ സി ഗ്രാസിയാസ്. അതെ ചെറിയ പയ്യനാണ് കേട്ടോ അവൻ. നോക്ക് എന്തോ റീലല്ല മറ്റേ ടിക്ടോക്ക് ഉണ്ടല്ലോ, ടിക്ടോക്കാണ്. ടിക്ടോക്ക് കണ്ടുകൊണ്ട് പാലും കുടിച്ച് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ നോക്ക്, അവിടെ എഴുതാനും ബോർഡൊക്കെ പഠിപ്പിക്കുകയാണ് കേട്ടോ. ഇവരുടെ ABCD ആണ്. പക്ഷെ അവരുടെ ABCD പറയുന്നത് വേറെയാണ്.
y la I. Sí. Ahora la F y la O. അതുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ എച്ചും ജെയിന് പകരം എച്ച് ആവുന്നതൊക്കെ കേട്ടോ. La O. Fo. Ahora la F y la U. കണ്ട എഴുതുന്നുണ്ടോ? എഴുതുന്നത് നമ്മൾ ഇംഗ്ലീഷ് വാക്കുകളാണ്, പക്ഷെ വായിക്കുന്നത് പറയാം. Ahora léala. Fu. ഫു. കണ്ട Ahora haga pape tipo pu. Entonces haga. നല്ല രസം കേട്ടോ അവരിങ്ങനെ പഠിപ്പിക്കുന്നത് കാണാൻ. P. Pa. പായ പാ പാന്ന് പറഞ്ഞ പി. Pa. P. ഓ വേറെന്തോ P, വായിപ്പിക്കുന്നു. la E. പി എ പി. No, no, la E. Aquella que vaya, la segunda ahí. ഇവരുടെ A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. ABCD ഇങ്ങനെയാണ് കേട്ടോ അവര് വായിക്കുക. വല്ലാത്ത അടിപൊളി സംഭവം. ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കുമായിരുന്നു ഇതാരാണ് എങ്ങനെയാന്നൊക്കെ. അപ്പോ പുള്ളിക്കാരിന്റെ മകള് 2 മക്കളാണുള്ളത്. ഒരാള് ഡോക്ടറാണെന്ന് പറഞ്ഞു. ആ ഡോക്ടർ ആയിട്ടുള്ള ആള് ക്യാപിറ്റൽ സിറ്റിയിലാണ് താമസിക്കുന്നത്, മനാഗുവയില്. പിന്നെ പുള്ളിക്കാരുടെ ഒരു മകളുണ്ട്. മകള് US വർക്ക് ചെയ്യാണ്. അപ്പോൾ മകളുടെ മകനാണ് ഈ കാണുന്ന കൊച്ചു പയ്യനാട്ടോ. അപ്പോൾ പുള്ളിക്കാരിയാണ് നോക്കുന്നത്. അമ്മ US വർക്ക് ചെയ്യാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ കുറേ ആൾക്കാരുള്ളത്, കൂടുതൽ ആൾക്കാരും ഇവര് US ഉണ്ടാവുക. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ കുറേ പൈസ കിട്ടുമല്ലോ, അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. പിന്നെ പുള്ളിക്കാരി ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇവർ 2 പേരും മാത്രമാണ് കേട്ടോ ഉള്ളൂ. ഓക്കെ ഓക്കെ സി ഗ്രാസിയസ്. ഞാനിതാ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. സോ ഈ വീഡിയോ ഞാൻ ഇതോടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.